വീഡിയോയിലേക്ക് സ്വാഗതം. പ്രസന്നമായ പ്രഭാതത്തിൽ മന്ദസ്മിതമായ മുഖങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ഏതുപോലെ ഒരു സമത്വസുന്ദരമായ സോഷ്യലിസ്റ്റ് രാജ്യത്തിൽ നിന്ന് അന്യൻ്റെ ശബ്ദം സംഗീതമായി തോന്നുന്ന അനുഭൂതി, ആ അനുഭൂതി നുകരണമെങ്കിൽ നമ്മുടെ വിചാരങ്ങളിലേക്ക് ഒരുപാട് നല്ല നല്ല പ്രസാദാത്മകമായ പ്രശോഭിതമായ ചിന്തകൾ ആവശ്യമാണ്. ആസുര ചിന്തകൾക്ക് പകരം ബാസുര ചിന്തകൾ വേണം. ആസ്വാദനങ്ങൾക്ക് പകരം ബാസുര ആസ്വാദനങ്ങൾ വേണം. പ്രണയമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും മനസ്യൂതമായ അനുഗ്രഹീതമായ കൃതജ്ഞതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വികാരം. പ്രണയവികാരമില്ലാത്തതിൻ്റെ പേരിലാണ് എല്ലാ സങ്കല്പങ്ങളെയും അവഗണിച്ചുകൊണ്ട് നമ്മൾ അക്രമാസക്തരായി മാറുന്നത് സമൂഹം. ഇന്നലെ നാരായൺജി എന്നെ വിളിച്ചു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പരാമർശിക്കുന്നതിൽ കാര്യങ്ങളുണ്ട്. അതേ നാരായൺജി, ഞാൻ പറയാം. പരാമർശങ്ങളിൽ പ്രകോപനം വന്നുകൂടാ എന്ന ഒരവസ്ഥ എൻ്റെ മനസ്സിലുണ്ട്. മഹൽ വ്യക്തികളെക്കുറിച്ച് ഉദ്ധരിക്കാത്തത് അതിൻ്റെ വാക്താക്കൾ അന്ധമായി എന്നെ വെറുത്തേക്കാം. അതുകൊണ്ടാണ് ചിന്തകന്മാരുടെയും പ്രവാചകന്മാരുടെയും രാഷ്ട്രീയ ചിന്തകന്മാരുടെയും ആസൂത്രണ വലയത്തെപ്പറ്റി ഞാനൊന്നും പരാമർശിക്കുന്നത്. പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട്. നമുക്കൊന്നായിട്ട് കേൾക്കാനുള്ളത് നമ്മൾ ഓരോ ജനതയുടെയും വികാരമാണ് എൻ്റെ മനസ്സിൽ പ്രസരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ സമാധാനവും സ്നേഹവും പ്രണയവും ആഗ്രഹിക്കാത്ത വ്യക്തികൾ ആരും തന്നെയില്ല. പ്രാകൃതനായ ഒരു മനുഷ്യൻ കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ പിന്നിലും ശേഷവും അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൽ ഒരു പ്രണയം പ്രവഹിക്കുന്നുണ്ട്. കാരണം കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മറ്റെവിടെയോ ഒരു പ്രണയം സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം എന്തു ചെയ്യണം? വിവേകശാലികളായ ഭരണാധികാരികൾ, സാംസ്കാരിക ചിന്തകന്മാർ എല്ലാവരും തന്നെ സത്യത്തിലേക്ക് തിരിച്ചു വരണം. എന്താണ് സത്യം? പ്രണയമാണ് സത്യം. പക്ഷെ അതിന് പ്രേരകം എന്താണ്? അന്നമാണ് പ്രേരണ. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തയ്യാറാക്കുന്ന കർഷക തൊഴിലാളിയെ ആദരിക്കുന്നതിന് പകരം നമ്മളുടെ ശരീര അംഗലാവണ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇവിടെ ചെക്കേറി മുന്നേറി വരുന്ന അഭിനേതാക്കളെയും വ്യാജന്മാരെയും അവരോധിച്ചുകൊണ്ട് അവാർഡ് കൊടുക്കുകയാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, പ്രസന്നമായ ജീവിതത്തിന് ആവശ്യം, സ്വച്ഛന്നമായ വിഹാരത്തിന് ആവശ്യം സാത്വിക ആഹാരമാണ്. അതിൽ ആഹാരം സൃഷ്ടിക്കണമെങ്കിൽ കർഷക തൊഴിലാളിക്കാണ് ഭൂരിഭാഗവും. അല്ലാതെ നമ്മുടെ ഇന്ന് കണ്ടെത്തിയ എല്ലാ ന്യൂട്രീഷ്യൻസും സപ്ലിമെൻസും നിർമ്മിക്കുന്നത് ആത്യന്തികമായി കാർഷിക ഉൽപ്പന്നത്തിൽ നിന്നാണ്. ലോകരാഷ്ട്രങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു കൊച്ചു രാഷ്ട്രമാണല്ലോ ഇസ്രായേൽ. പലരും അസൂയയോട് കാണുന്ന ആ കൊച്ചു രാഷ്ട്രം. അവിടെ നമ്മൾ വിനോദയാത്രത്തിന് പോയി അവിടുത്തെ പോഷകങ്ങൾ കഴിച്ച് തിരിച്ചു വരുന്നില്ലേ നമ്മളെ ജനത, ഭരണാധികാരി? അതിന് തുല്യമായ ഒരു കാർഷിക പ്രക്രിയ നമ്മുടെ നാട്ടിൽ നടത്തിക്കൂടാ? അത് കാരണം ആദർശശൂന്യമായ മനസ്സുകളുള്ള അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്ത ഒരു ജനതയാണ് ആ വകുപ്പ് അല്ലെങ്കിൽ ആ ചിന്തകൾ വെച്ചു പുലർത്തുന്നത്. അതായത് കാർഷിക വകുപ്പിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. അരനൂറ്റാണ്ട് മുമ്പ് തന്നെ കാർഷിക സമ്പുഷ്ടമാക്കാൻ കഴിയുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. വൈവിധ്യമാർന്ന ഭക്ഷണം, വൈവിധ്യമാർന്ന കാലാവസ്ഥയുള്ള ഭൂമിക്ക് തന്നെ വ്യത്യസ്തമായ ഊഷരത, കാലാവസ്ഥയും ഊഷരതയും ഭൂപ്രകൃതിയും അനുകൂലമായ ഒരു പ്രപഞ്ചഭൂമിയിലെ ഭാരതത്തെ ഇന്നെങ്ങനെ ഒരു ഏകദേശം മരുഭൂമിയിലേക്ക് തള്ളിവിടുന്നു? ഇന്ന് നിത്യമെന്നോണം കാണുന്നില്ലേ? ലോറികളിൽ മരം മുറിച്ച് കൊണ്ടുപോയി. അത് ഇപ്പോൾ കൊണ്ടുപോകുന്നത് നിർത്തി ഓരങ്ങളിലെ ശൂന്യമായ സ്ഥലത്ത് വിറകായി വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ വിറക് കത്തിച്ച് ചാമ്പലാക്കുവാനുള്ളതാണോ ഈ മരങ്ങൾ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യാവസായികമായ ഉൽപ്പന്നങ്ങളാക്കി മാത്രം മാറ്റാനുള്ളതാണോ? അല്ലല്ലോ, പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ളതല്ലേ. അപ്പം ഈ ഭൂമിയെ എന്തു ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹരിതാഭമാക്കി മാറ്റണം. അനുനിമിഷം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണം. ഒരു മരം മുറിക്കുമ്പം പല മരങ്ങൾ കുഴിച്ചിടാനുള്ള പ്രേരണ കർഷകനും വെട്ടിക്കുന്നവനുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് കാട് കയറുകയല്ല. എന്താണോ
മനുഷ്യന് ആവശ്യമായ അനിവാര്യത അത് ഏത് വികാരമാണോ മനുഷ്യൻ്റെമായ വികാരം, അനിവാര്യമായ വികാരം പ്രണയമാണ്. പ്രപഞ്ചത്തെ പ്രണയിക്കുക. അപ്പോൾ അവിടെ അശാന്തി ഉണ്ടാവില്ല. ഇവിടെ പകരം നമ്മൾ കാർക്കസ്യമായി പരസ്പരം വെച്ചു പുലർത്തുന്ന വൈരസ്യമുണ്ടല്ലോ വിശ്വാസത്തിൻ്റെ പേരിൽ. എന്തൊരു ജടിലമായ ചിന്തയാണിത്. സംയമനത്തിൻ്റെ പരാമർശങ്ങൾ ഉദാത്തമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതല്ലെങ്കിൽ പരാമർശങ്ങളിൽ പ്രകോപിതമായി വരുന്നു എന്നത് അത് അപലനീയമായതുകൊണ്ടാണ് ഫേസ്ബുക്ക് പോലും എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന് പറയുന്ന കാര്യം ഉദ്ദേശശുദ്ധിയോടുകൂടിയാണെന്നും അയാൾ അപായപ്പെടുത്താൻ ഇടവരരുതെന്നും ഉദ്ദേശിച്ചുകൊണ്ടാണ് എൻ്റെ വീഡിയോ മഹത്തായ പ്രസ്ഥാനമായ ഫേസ്ബുക്ക് സമൂഹത്തിന് മുമ്പ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ എൻ്റെ ശ്രോതാക്കളിൽ ഒരാൾ പോലും ഒഴിയാതെ മറക്കാതെ ചിന്തിക്കണം. നമുക്കോരോരുത്തർക്കും നമ്മുടേതായ ധാർമ്മിക കടമ പ്രപഞ്ചത്തോടില്ലേ എങ്കിൽ നമ്മുടെ ഭക്ഷണം നമ്മൾ തയ്യാറാക്കാനും നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുവാനും നമ്മൾ മന്ദസ്മിതമായി സമൂഹത്തോട് ഇടപെടാനും എല്ലാ വൈരസ്യങ്ങളും ഒഴിവാക്കി സമത്വത്തിൻ്റെ അനന്ത വിഹായത്തിലേക്ക് ഉയരുവാൻ കഴിയുന്ന ഒരു ശാന്തി മന്ത്രമൊഴുകുന്ന അധരങ്ങളായിരിക്കട്ടെ, അതിൽ നിർഗളിക്കുന്ന പ്രണയത്തിൻ്റെ മന്ദസ്മിതമായിരിക്കട്ടെ സമൂഹത്തിൻ്റെ കൈമാറാൻ. ജയ് ഭാരത്.